വയനാട്ടിലെ പുനരധിവാസം അമ്പെ പാളിയിരിക്കുകയാണ്. തികഞ്ഞ നിരുത്തരവാദപരമായ സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മന്ത്രിസഭാ ഉപസമിതി സ്ഥലം വിട്ടിരിക്കുകയാണ്. പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ. ക്യാമ്പുകളിൽ കഴിയുന്ന പാവപ്പെട്ട ആളുകളെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ പോലും ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രിമാരെല്ലാവരും ആദ്യഘട്ടങ്ങളിൽ കാണിച്ച താല്പര്യവും ശുഷ്കാന്തിയും പിന്നീട് കാണിക്കാതെ സ്ഥലം വിടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള ശ്രീ OR കേളു മാത്രമാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മന്ത്രിമാർ ഈ ദുരന്തം നടന്ന സ്ഥലത്ത് ദിവസവും രാവിലെ പോയതുകൊണ്ട് കാര്യമില്ല. മന്ത്രിസഭാ ഉപസമിതി പുനരധിവാസത്തിൻ്റെ കാര്യത്തിലാണ് ശരിയായ നടപടികൾ സ്വീകരിക്കേണ്ടത്. പ്രധാനമന്ത്രി വന്നു പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കി കേന്ദ്രത്തെ സമീപിക്കണം എന്ന് പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ ആവശ്യപ്പെട്ടതാണ്. ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു ഗൃഹപാഠം നടത്തിയുള്ള ഒരു റിപ്പോർട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല. ആദ്യം പറഞ്ഞ താൽക്കാലിക നിവേദനം മാത്രമാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത്. പുത്തുമല പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോഴും ആളുകൾ കിട്ടിയിട്ടില്ല. വീടില്ലാത്ത നിരവധി ആളുകൾ ഞങ്ങളെ വന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നവർ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. അവർ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് താല്പര്യം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ പുത്തുമലയിലെ ദുരിതബാധിതരുടെ വിക്ടിംസിൻ്റെ എണ്ണം ഇവിടെ വന്ന് ഓഫീസിൽ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. അതേ തനി ആവർത്തനം തന്നെയാണ് ചൂരൽമലയുടെ കാര്യത്തിലും ആവർത്തിക്കുന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള അലംഭാവം വീഴ്ച സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവരുത്. എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും പ്രധാനമന്ത്രി തന്നെ കൈയച്ച് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിന് ഈ ഒരു അനങ്ങാപ്പാറ നയം? ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഏത് ലെവലിലാണ് പരിഗണിക്കേണ്ടതെന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് വല്ല അഭിപ്രായമുണ്ടോ? ഇത് L1 L2 ആണോ L3 ആണോ? എത്ര വീടുകൾ തകർന്നു? നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്ക് എന്താണ്? പുനരധിവാസത്തിൻ്റെ കാര്യത്തിലുള്ള എസ്റ്റിമേറ്റ് എന്താണ്? ഇതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ഒരു തരത്തിലുള്ള വ്യക്തതയും സർക്കാരിനില്ല. മന്ത്രിസഭാ ഉപസമിതി ഒരു തികഞ്ഞ പരാജയമായിരുന്നു. ഫോട്ടോഷൂട്ടിൽ മാത്രമാണ് അവർ താല്പര്യം കാണിച്ചത്. തുടർന്നുള്ള കാര്യങ്ങളിലൊന്നും അവരുടെ താല്പര്യം കാണാനില്ല. ഇത് ഒരു ജനതയോട് കാണിക്കുന്ന അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ്. പൊറുക്കാനാവാത്ത തെറ്റാണ്.